വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്വാതി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സില് ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഊർജങ്ങളെ കുറിച്ച് അറിയാം, ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നും നമുക്കറിയാം അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഊർജത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഊർജത്തിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അതിനായി എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ. കൂടാതെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നോട്ട് എഴുതി പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ. എന്താണ് ഊർജ സ്രോതസ്? അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാനുണ്ട് അല്ലെ. ഈ പിക്ചറിൽ എന്തൊക്കെയാ കാണാൻ സാധിക്കുന്നത്? ഈ പിക്ചറിൽ ഒരു കോച്ച് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ PT മാഷ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾ ഇതേ കളിപ്പിക്കുകയാണ്. ഒരാള് ഷട്ടിൽ കളിക്കുന്നുണ്ട്, ഫുട്ബോൾ ഉണ്ട്, അതേപോലെ തന്നെ ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇങ്ങനെ പലവിധ കളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കളിക്കുകയല്ലേ. ഈ കളിക്കുന്നതിനൊക്കെ എന്താ വേണ്ടേ? നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എന്താ വേണ്ടേ? അവിടെ നമുക്ക് എനർജി വേണം. അപ്പൊ നിങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അത് കേൾക്കാനുള്ള ഒരു എനർജി വേണം. നിങ്ങൾ ഊർജസ്വലരായിട്ടിരിക്കണം. ശരിയല്ലേ? ഞാൻ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് അതിനുള്ള ഒരു എനർജി വേണം, ഊർജം വേണം. അപ്പൊ ഏതൊരു പ്രവൃത്തി ചെയ്യാനും നമുക്ക് ആവശ്യം എന്താണ്? എനർജി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. എനർജി ഒരു ആവശ്യ ഘടകമാണ്. ഓക്കെ, ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് എന്ത് ചെയ്യാനും ഒരു ഉത്സാഹം ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെ കുട്ടികൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് എനർജി ആവശ്യമാണ്. അപ്പൊ എന്താണ് എനർജി? ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്, അഥവാ എനർജി. കപ്പാസിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. ഓടുന്നു, ചാടുന്നു അല്ലെ, അതേപോലെ പഠിക്കുന്നു, കഴിക്കുന്നു, ഫുഡിലൂടെ നമുക്ക് എനർജി കിട്ടും ഇല്ലേ? ഇതിനെല്ലാം ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടും ഇല്ലേ? അപ്പോ ഏത് പ്രവൃത്തി ചെയ്യാനായിക്കോട്ടെ നമുക്ക് എന്താണ് ആവശ്യം? ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, ഊർജത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ അത് എന്താ ഉണ്ടാവണേ? പലവിധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പ്രകടമായിരിക്കും. ഇപ്പൊ നന്നായിട്ട് ഓടുന്ന ഒരു കുട്ടി, ഓക്കെ, ഓട്ടത്തില് ഫസ്റ്റ്, ആ കുട്ടിയെ നോക്കിയിട്ട് നമ്മൾ പറയാണ് ആ കുട്ടിക്ക് എന്തൊരു എനർജിയാണ് അല്ലെ. വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് ഉഷാറില്ലാതെയല്ല, ഉഷാറായിട്ട് നല്ല ഉഷാറോടുകൂടി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നല്ല എനർജി ഉണ്ടെന്ന് നമ്മൾ പറയും കണ്ട. ശരിയല്ലേ? അപ്പോ നമുക്ക് ഊർജം എന്ന് പറയുന്നത് പ്രവർത്തനത്തിലൂടെ പ്രകടമാകുന്ന ഒന്നാണ്. അത് എന്താണ്? നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, അത് വിവിധ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. ഊർജത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവിധ രൂപങ്ങളിലൂടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഊർജത്തിന്റെ താപോർജം, പ്രകാശോർജം, ഓക്കെ, പ്രകാശോർജം, ഓക്കെ, താപോർജം, പ്രകാശോർജം, ശബ്ദോർജം, ഇതെല്ലാം എന്താണ്? ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പൊ ഊർജത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഊർജത്തിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അതെങ്ങനെയാണ്? പ്രകടമാവുകയാണ് ചെയ്യണേ. എന്തിലൂടെ? വിവിധ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വീട്ടില് നമ്മൾ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പാചകം ചെയ്യാനായിട്ട് ഊർജം ഉപയോഗപ്പെടുത്തുന്നു. ലൈറ്റ് പ്രകാശിപ്പിക്കാനായിട്ട് എന്താണ്? ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫാൻ തിരിയാൻ
ഞാൻ പറഞ്ഞില്ലേ യാന്ത്രികോർജം എന്താണ്? ഫാൻ തിരിയാനായിട്ട് ഈ ഊർജം ആവശ്യമുണ്ട്, ഇസ്തിരി ഇടാൻ ഊർജം ആവശ്യമുണ്ട്, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ഊർജം ആവശ്യമുണ്ട്, വസ്ത്രങ്ങൾ അലക്കാൻ ഊർജം ആവശ്യമുണ്ട്. ഇങ്ങനെ വീട്ടിലെ പല വിധത്തില് നമ്മൾ എന്തുണ്ട്? ഊർജം ഉപയോഗിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് എന്താണ് അവിടെ ഊർജത്തിന്റെ ഒരു രൂപം അല്ലെങ്കിൽ മറ്റൊരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലൈറ്റ് പ്രകാശിക്കുമ്പോൾ ഏത് ഊർജ രൂപമാണ് അവിടെ? പ്രകാശോർജമുണ്ട്, അതേപോലെ തന്നെ താപോർജമുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മളിപ്പോ എല്ലാവരും ഗ്യാസിൽ അല്ലേ വെക്കുക സാധാരണ. പണ്ട് ഗ്യാസ് ഇല്ലാതിരുന്ന സമയത്ത് വിറകടുപ്പ് ഉണ്ടായിരുന്നു, അറക്കപ്പൊടിയുടെ അടുപ്പുണ്ടായിരുന്നു, മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ വൈദ്യുതി അടുപ്പ് നമ്മൾ പറയില്ലേ ഇപ്പോ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയില്ലേ, അത് ഗ്യാസ് അടുപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ചാണകവരളി, നീരാവി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാചകം, സൗരോർജം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാചകം, ഇതെല്ലാം എന്താണ്? നമ്മൾ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഊർജമാണ്. അപ്പൊ വിറകടുപ്പ്, മണ്ണെണ്ണ, ഗ്യാസ് അടുപ്പ്, ചാണകവരളി, അറക്കപ്പൊടി അടുപ്പ്, വൈദ്യുതി അടുപ്പ്, നീരാവി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാചകം, ഇനി സൗരോർജം, ഇതെല്ലാം നമ്മൾ എന്തുണ്ട്? പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഊർജം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുമ്പോ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങള്. തീ കത്തുന്ന സമയത്ത് താപം പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക് നമ്മൾ കത്തിക്കുമ്പോ ചൂടല്ലേ പുറത്തേക്ക് വരണേ? താപമല്ലേ പുറത്തേക്ക് വരുന്നത്? താപോർജമല്ലേ വരുന്നത് അല്ലേ? അപ്പൊ അതെന്താണ്? ഇന്ധനമാണ്. മണ്ണെണ്ണ താപോർജമല്ലേ പുറത്ത് വരുന്നത്? LPG താപോർജമല്ലേ പുറത്തേക്ക് വരുന്നത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, ഇനി പെട്രോള്, ഡീസല്, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കള് ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുന്ന സമയത്ത് താപം പുറത്തു വിടുകയാണെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ധനങ്ങളുടെ ഉപയോഗം? പാചകത്തിന് ഉപയോഗിക്കുന്നു. പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതൊക്കെ ഇന്ധനങ്ങളാണുള്ളത്? വിറകുണ്ട്, മണ്ണെണ്ണയുണ്ട്, LPG ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്. വിറകുണ്ട്, മണ്ണെണ്ണയുണ്ട്, LPG ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്. ഇനി നോക്കൂ, വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? പെട്രോൾ ഉപയോഗിക്കുന്നില്ലേ? ഇല്ലേ? നോക്കാം. ബസ്, ട്രക്ക്, എക്സ്കവേറ്ററുകൾ തുടങ്ങിയ ഹെവി വാഹനങ്ങളിൽ ഡീസൽ സാധാരണ ഇന്ധനമായി ഉപയോഗിക്കുന്നു. അപ്പൊ ഹെവി വാഹനങ്ങളിൽ ഏതാണ്? ഡീസലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറുവാഹനങ്ങളിൽ പെട്രോള്, ഡീസല്, ഗ്യാസ് എന്നിവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ജെറ്റ് ഫ്യൂവൽ ആണ് കേട്ടോ. ഏതാണ്? ജെറ്റ് ഫ്യൂവൽ. ഓക്കെ, അപ്പോ ഡീസല്, പെട്രോള്, ഗ്യാസ്, ജെറ്റ് ഫ്യൂവൽ എല്ലാം എന്തിനു ഉപയോഗിക്കുന്നതാണ്? അത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഓക്കെ, ഇനി നോക്കൂ, വ്യത്യസ്ത യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഏതൊക്കെയാണ്? വ്യവസായശാലകളിലാണെങ്കിൽ കൽക്കരി, പ്രകൃതിവാതകം, നാഫ്ത ഇവയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ എന്താണ്? യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ. ഓക്കെ, ഇനി വൈദ്യുതി ഉൽപാദനത്തിനായിട്ടാണെങ്കിലോ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകൃതിവാതകത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എണ്ണ, അതിൽ നിന്ന് എന്താണ്?
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് കൽക്കരി, പ്രകൃതിവാതകം, എണ്ണ തുടങ്ങിയവ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി സ്ഥലങ്ങളില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി കൃഷി ആവശ്യത്തിനാണെങ്കിലോ ട്രാക്ടറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങിയ കാർഷിക യന്ത്രങ്ങളിലും ഉപകരണങ്ങളിലും ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണ് ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രങ്ങളിലൊക്കെ എന്താണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? കൃഷി ആവശ്യം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, വിവിധ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ, അതേപോലെ തന്നെ പാചകത്തിന്, പിന്നെ എന്താണ് വാഹനങ്ങളില് എല്ലാം എന്തുണ്ട് ഇന്ധനങ്ങള് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് എന്ത് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവണേ? കുറേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് കുറെ മുന്നേ ഈ മണ്ണിലൊക്കെ അടിഞ്ഞു പോയത് എന്താണ്? അത് ഈ മണ്ണിൽ അടിഞ്ഞ ആ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിലും കൽക്കരിയും ഒക്കെ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ എന്തൊക്കെയാ നമുക്ക് കിട്ടണേ? പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, അതേപോലെ തന്നെ LPG. അത് എവിടെ നിന്നാണ്? ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ് അത്രയും വ്യത്യസ്ത ഇന്ധനങ്ങള് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ്? ക്രൂഡ് ഓയിൽ എവിടെ നിന്നാണ്? കുറെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ജൈവ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നതാണ് ക്രൂഡ് ഓയിൽ. അതിൽ നിന്ന് എന്താണ് അംശിക സ്വേദനം ചെയ്തിട്ട്, ഓക്കെ, അംശിക സ്വേദനം ചെയ്തിട്ടാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG എല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഇന്ധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഇങ്ങനെ വേണമെങ്കിലും പറയാം, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, അത് ചത്ത മണ്ണിൽ അടിഞ്ഞ് എന്താ പറയാ ജൈവ അവശിഷ്ടമായിട്ടുള്ള അതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ആ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും എന്താണ് കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഈ എന്താ പറയാ നമ്മുടെ ഡീസലും അതേപോലെ തന്നെ നമുക്ക് വൈദ്യുതിയും വരുന്നതിന് മുമ്പേ എന്താ ഉപയോഗിച്ചിരുന്നേ? കപ്പൽ ഓടിക്കാനും അതേപോലെ തന്നെ തീവണ്ടി ഓടിക്കാനും അതേപോലെ തന്നെ വ്യവസായശാലകളിലും എല്ലാം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നേ? ഈ കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്, ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. ഇപ്പൊ എവിടെ ഉപയോഗിക്കണേ? താപവൈദ്യുത നിലയങ്ങളിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇത് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവ എന്താ ഉണ്ടാവുന്നേ? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങളെയാണ് അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളെയാണ് എന്ത് പറയുന്നത്? പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
പുതുക്കാൻ കഴിയാത്തത് ഏതാണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളെല്ലാം എന്താണ്? ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും തീർന്നു പോകും. അങ്ങനെ തീർന്നു പോകുന്ന ഇന്ധനങ്ങളെയാണ് എന്ത് പറയുന്നത്? പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ പുതുക്കാൻ കഴിയുന്നതുണ്ട്. അതേതൊക്കെയാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവാത്ത ഊർജ സ്രോതസ്സുകളാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. ഓക്കെ, അപ്പൊ തീർന്നു പോകാത്തത് ഏതാണ്? തീർന്നു പോകാത്ത, നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് തീർന്നു പോവില്ല. സൂര്യപ്രകാശം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, എന്നിട്ട് തീർന്നു പോകുന്നുണ്ടോ? സൗരോർജം ഇല്ല. അതെന്താണ്? അത് പുതുക്കാൻ കഴിയുന്ന റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ഓക്കെ, ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും എന്താണ്? തീർന്നു പോവോ? ഇല്ല, പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണോ? അല്ല. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കും തോറും അതെന്താണ്? വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകളാണ് എന്ത് പറയുന്നത്? പുതുക്കാൻ കഴിയുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ അതെ, കാറ്റിൽ നിന്നുള്ള ഊർജം എന്താണ്? കാറ്റ് ഉപയോഗിച്ചാൽ തീർന്നു പോവോ? ഇത്രയും ജനങ്ങൾ കാറ്റ് വരുമ്പോ നമ്മൾ അത് കൊള്ളുന്നുണ്ട്, എന്നിട്ട് അത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പോ ഉപയോഗിച്ചാൽ തീർന്നു പോകാത്തതാണ് കാറ്റിൽ നിന്നുള്ള ഊർജം. അതേപോലെ തിരമാലയിൽ നിന്നുള്ള ഊർജം ടൈഡൽ എനർജി എന്ന് പറയും. തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? തിരമാലയിൽ നിന്നുള്ള ഊർജം റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. സൗരോർജം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സൂര്യപ്രകാശം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. ബയോഗ്യാസ്, അതേപോലെ തന്നെ ഭൗമതാപോർജം, ഇതെല്ലാം എന്താണ്? പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പുതുക്കാൻ കഴിയാത്തത് എന്താണ്, പുതുക്കാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളത് പഠിക്കണം. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾസ് തരും, അതിൽ നിന്ന് പുതുക്കാൻ കഴിയുന്നത് ഏതൊക്കെ, കഴിയാത്തത് ഏതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നും കൂടെ പറയാണ് കേട്ടോ. പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ് എന്താണ്? ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും തീർന്നു പോകുന്നതാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്. തീർന്നു പോകും, ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ തീർന്നു പോകും. പുതുക്കാൻ കഴിയുന്നത് എന്താണ്? റിന്യൂവബിൾ ആയിട്ടുള്ളത് എന്താണ്? നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, എക്സാമ്പിൾസ് നോട്ട് ചെയ്യണേ. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുനരുപയോഗിക്കാൻ കഴിയുന്നത്, പുനരുപയോഗിക്കാൻ കഴിയാത്തത്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പുനരുപയോഗിക്കാൻ കഴിയുന്നത് ഏതാണ്? നോക്കൂ, സൂര്യപ്രകാശം, കാറ്റ് എന്നിവയിൽ നിന്നുള്ള ഊർജം ഇതിന് ഉദാഹരണമാണ്. ആദ്യം ഉദാഹരണം നോക്കാം. പുനരുപയോഗിക്കാൻ കഴിയുന്നത് റിന്യൂവബിൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്. ഇനി പുനരുപയോഗിക്കാൻ കഴിയാത്തതിലോ ഏതാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഊർജം. ഓക്കെ, കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സിന്റെ പ്രത്യേകത എന്താണ്? പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇത് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തൊട്ട് മുമ്പ് കഴിഞ്ഞ കൊല്ലൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പുനരുപയോഗിക്കാൻ കഴിയാത്തതിലാണെങ്കിലോ പരിസര മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നില്ല. അതേതാണ്? പുനരുപയോഗിക്കാൻ കഴിയുന്നതാണ്, തീർന്നു പോകാത്തത്. ഓക്കെ, ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നത് ഏതാണ്? നോൺ റിന്യൂവബിൾ ആണ്, പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തായി കൂടുതൽ ഉപയോഗിച്ചു വരുന്നു. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ കൂടുതൽ ഉപയോഗിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത് ഏതാണ്? പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. എക്സാമ്പിൾ നമ്മൾ നോക്കിയതാണ്
പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, അതേപോലെ ഭൗമതാപോർജം ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഓക്കെ, പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഊർജമെല്ലാം എക്സാമ്പിൾ ആണ്. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ടേബിൾ എന്തായാലും നന്നായിട്ട് പഠിക്കണം. ഓരോ ഭാഗം കഴിയുമ്പോഴും എന്താണ്, അതെല്ലാം ഹൃദയസ്ഥമാക്കിയിട്ട് തന്നെ പോണം. രണ്ടാമതും മൂന്നാമതും ആലോചിച്ച് നിൽക്കാനുള്ള സമയം കൊടുക്കരുത്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ കൃത്യമായി മനസ്സിലാക്കി മുന്നിലേക്ക് പോവുക. സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാട്ടോ. നോക്കൂ, ഫോസിൽ ഇന്ധനങ്ങൾ എന്തൊക്കെയാണ്? ഫോസിൽ ഇന്ധനങ്ങൾ, പ്രകൃതിവാതകം ഫോസിൽ ഇന്ധനമാണ്. ക്രൂഡ് ഓയിൽ ഫോസിൽ ഇന്ധനമാണ്. ഓക്കെ, കൽക്കരി അതും ഫോസിൽ ഇന്ധനമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി, അതെന്താണ്? ഫോസിൽ ഇന്ധനമാണ്. ഓക്കെ, ഇനി നോക്കൂ, ഈ ക്രൂഡ് ഓയിലിന് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG, നാഫ്ത. അപ്പൊ ഏതൊക്കെയാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടുന്നത്? പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG, നാഫ്ത. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. LPG എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? ഇത് സെറ്റല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇന്ധനങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? ഖരമെന്നും ദ്രാവകമെന്നും വാതകമെന്നും 3ആയി തരംതിരിക്കാം. ഖര ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? ഖര ഇന്ധനം കട്ടിയായിട്ടുള്ള ഇന്ധനങ്ങൾ. വിറക് ഖരാവസ്ഥയിലുള്ള ഇന്ധനമാണ് വിറക്. കൽക്കരി ഖരാവസ്ഥയിലുള്ള ഇന്ധനമാണ്. ഓക്കെ, ചാണകവരളി, അറക്കപ്പൊടി ഇതെല്ലാം എന്താണ്? ഖരാവസ്ഥയിലുള്ള ഇന്ധനമാണ്. എന്താണ് ഇന്ധനം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കത്തുന്ന സമയത്ത് താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ. അപ്പോ ആ ഇന്ധനങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, അതില് ഖരത്തിനെയാണ് പറയുന്നത് വിറക്, ഖര ഇന്ധനമാണ്. കൽക്കരി, ചാണകവരളി, അറക്കപ്പൊടി ഇതെല്ലാം ഖര ഇന്ധനമാണ്. ഓക്കെ, ദ്രാവകം ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവല്, നാഫ്ത, ബയോഡീസൽ, എഥനോൾ ഇതെല്ലാം എന്താണ്? ദ്രാവക ഇന്ധനങ്ങളാണ്. ഇനി വാതക ഇന്ധനങ്ങൾ ഏതെല്ലാമാണ്? LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകം ഇതെല്ലാം എന്താണ്? വാതക ഇന്ധനമാണ്. ഓക്കെ, ദ്രാവകമല്ല, വാതക ഇന്ധനം. ക്ലിയർ അല്ലേ? ഇനി വാതക ഇന്ധനങ്ങള് നോക്കൂ. LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകം ഇതെല്ലാം എന്താണ്? വാതക ഇന്ധനങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇതില് തന്നിട്ട് നമുക്ക് കുറെ ഇന്ധനങ്ങൾ തരും. അതിൽ നിന്ന് നമുക്ക് ചോദിക്കാം എന്ത്? വാതക ഇന്ധനം ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ABCDE എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഇന്ധനങ്ങൾ തന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ളവയില് വാതക ഇന്ധനങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ദ്രാവക ഇന്ധനങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഖര ഇന്ധനങ്ങൾ ഏതൊക്കെ നമ്മളോട് ചോദിക്കാം. എഥനോളൊക്കെ തരികയാണെങ്കിൽ പ്രത്യേകം ഓർക്കണം ഏതാണ് അത്? ദ്രാവക ഇന്ധനമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതിനാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം പഠിക്കണം. സ്കൂൾ ടെക്സ്റ്റ് ഒന്നും വിടാൻ പാടില്ല. ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോണം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോവാം.
നോക്കൂ, ജലവൈദ്യുതി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ നിന്ന് എന്ത് ഉൽപ്പാദിപ്പിക്കാം? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? എങ്ങനെയാണ്? കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തി എന്താ ഉണ്ടാക്കണേ? ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച വലിയ ടർബൈൻസ് കറക്കും. ഓക്കെ, അങ്ങനെ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കിവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കാണ്. നമുക്ക് വൈദ്യുതി വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് ഒഴുക്കും. ഇവിടെ ടർബൈൻസ് വെച്ചിട്ടുണ്ടാവും. ഇത് വീഴുന്ന ഫോഴ്സിൽ ഈ ടർബൈൻ കറങ്ങും. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വൈദ്യുതി എന്തുണ്ടാവുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? കാറ്റിൽ നിന്ന് വൈദ്യുതി, ജലത്തിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടു. ഇനി കാറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇല്ലേ? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാൻ പറ്റും. കൊടുങ്കാറ്റ് വന്നാൽ നമ്മൾ തന്നെ പറന്നു പോകും ഇല്ലേ? അപ്പൊ ഏതൊരു വസ്തുവാണെങ്കിലും ശക്തിയായിട്ടുള്ള കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് അവയെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ കഴിവ് ഉപയോഗപ്പെടുത്തി, അപ്പൊ ചലിപ്പിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് എന്ത് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അഥവാ വിൻഡ് മിൽ എന്ന് പറയുന്നത്. വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങും. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ വിൻഡ് മില്ല് കറങ്ങുമ്പോൾ എന്താ ഉണ്ടാവണേ? വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുന്ന സമയത്ത് അതിനോട് ഒരു ടർബൈൻ വെച്ചിട്ടുണ്ടാവും. ആ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ കറങ്ങുന്ന സമയത്ത് അവിടെ ആ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കും. അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഇതിന് ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? കാറ്റാടിയന്ത്രം അഥവാ വിൻഡ് മിൽ. ഓക്കെ, ഇത് കണ്ടോ? ഇത് നമ്മൾ പമ്പരം ഉണ്ടാക്കാറില്ലേ? ഓലപ്പമ്പരം. ഇങ്ങനെ ഇത് പിടിച്ചിങ്ങനെ ഓടുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങും അല്ലേ? ഇതിങ്ങനെ കറങ്ങും ഈ ഇറക്കിൽ പിടിച്ച് ഓടുന്ന സമയത്ത് അല്ലേ? അതേപോലെ ടർബൈൻസ്. ഇത് കണ്ടോ? വിൻഡ് മില്ലുകൾ കണ്ടോ? വിൻഡ് മില്ലുകൾ. ഈ വിൻഡ് മില്ലുകൾ കറങ്ങുന്ന സമയത്ത് ഇതിനോട് ഘടിപ്പിച്ചിട്ടുള്ള ടർബൈന്, ആ ടർബൈനിൽ എന്തുണ്ടാവും? ആ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ കറങ്ങുന്ന സമയത്ത് ജനറേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും അവിടെ. ആ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് എന്തുണ്ടാക്കും? നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ വിൻഡ് മില്ല് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിൻഡ് മില്ല് തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വിൻഡ് മില്ല് നിങ്ങൾ പോയിട്ടുണ്ടോ? തമിഴ്നാട് ആ ഭാഗത്തേക്കൊക്കെ അവിടെയൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഓക്കെ, വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്നുള്ള ഊർജ ഉൽപാദനം നടക്കുന്നത്. കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങും. അപ്പൊ എത്രത്തോളം ശക്തി ഉണ്ട് കാറ്റിന്, അതിനനുസരിച്ചാണ് ഈ കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങുന്നത്. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കും. അങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്നു. ഓക്കെ, കേരളത്തില് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. എവിടേക്കാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. ഓക്കെ, ഈ പ്രദേശങ്ങളിൽ ശക്തമായതും സ്ഥിരതയുള്ളതുമായ കാറ്റ് അനുഭവപ്പെടുന്നു. അപ്പൊ അതിനുള്ള ഒരു കണ്ടീഷൻ എന്താണ്? ശക്തമായിട്ടുള്ളത് വേണം, ഒരു സ്ഥിരത ഉണ്ടാവണം കാറ്റിന്. ഓക്കെ, അങ്ങനെയുള്ള കാറ്റ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് നമുക്ക് കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ കാറ്റ് ഊർജ ഉൽപാദനത്തിന് അത്യാവശ്യമാണ്. മനസ്സിലായോ? ഇപ്പൊ നിലയ്ക്കാത്ത ഇടയ്ക്ക് കാറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല.
അതിനാണ് പറഞ്ഞത് സ്ഥിരത ഉള്ളതായിട്ടുള്ള കാറ്റ് വേണമെന്ന്. അതായത് ഒരു സമയത്ത് ശക്തിയായിട്ടുള്ള കാറ്റ് വീശുകയും കുറേ സമയങ്ങൾ കാറ്റില്ല, അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്ത് വേണം? നിലയ്ക്കാത്ത കാറ്റ് വേണം. നിലയ്ക്കാത്ത കാറ്റുണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത്, ഈ പ്രദേശങ്ങളിലെ മലനിരകളും തുറന്ന ഭൂപ്രകൃതിയും കാറ്റാടിപ്പാടങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പൊ എന്തൊക്കെയാണ്? മലനിര, തുറന്ന ഭൂപ്രകൃതി. ഇവിടെ എന്താ ഉണ്ടാവണേ? ശക്തിയായിട്ടുള്ളതും നിലയ്ക്കാത്തതുമായിട്ടുള്ള കാറ്റ്, സ്ഥിരതയുള്ളതുമായിട്ടുള്ള കാറ്റ്. ഓക്കെ, മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജരൂപമാണ് കാറ്റ്. അപ്പൊ പണ്ട് മുതലേ ഏത് ഊർജ്ജരൂപമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്? കാറ്റ് കേട്ടോ. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഊർജമുണ്ടാക്കാൻ മാത്രമല്ല, യാത്രയ്ക്കും എന്താണ്? കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലത്തിൽ നിന്നുള്ള വൈദ്യുതി, ഇത് രണ്ടും നമ്മൾ കണ്ടു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. സൂര്യപ്രകാശത്തിലെ ഊർജം, അതിൻ്റെ ഉപയോഗങ്ങൾ. സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത്? ഒന്ന്, നമുക്ക് നനഞ്ഞ വസ്തുക്കളെ ഉണക്കാനായിട്ട് സഹായിക്കും, ഇല്ലേ? വസ്ത്രങ്ങൾ ഉണക്കാനായിട്ട് സഹായിക്കും, വിറക് ഉണക്കാനായിട്ട് സഹായിക്കും, ധാന്യങ്ങൾ ഉണക്കാനായിട്ട് സഹായിക്കും, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണക്കുന്നതിന് സഹായിക്കും, മത്സ്യം മാംസം ഉണക്കുന്നതിന് സഹായിക്കും, കളിമൺ പാത്രങ്ങൾ ഉണക്കുന്നതിന് സഹായിക്കും. അപ്പൊ സൂര്യന്റെ താപോർജം വെച്ചിട്ട് എന്താണ് നനവുള്ള വസ്തുക്കളെയെല്ലാം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. സൂര്യന്റെ പ്രകാശോർജവും നമ്മൾ എന്തുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ? പ്രകാശോർജം ഉള്ളത് കൊണ്ടാണ്, ഊർജം പ്രകാശത്തിന്റെ രൂപത്തിൽ വരുന്നത് കൊണ്ടാണ് അല്ലേ? ഓക്കെ, അടുത്തത്, സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ദാ സോളാർ കുക്കർ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റും, ഇല്ലേ? സോളാർ കുക്കറിൽ പാചകം ചെയ്യാം. സോളാർ വാട്ടർ ഹീറ്റർ, വെള്ളം തിളപ്പിക്കാം, ചൂടുള്ള വെള്ളം കിട്ടും. സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ കാൽക്കുലേറ്റർ, ബാറ്ററി ഇടാണ്ട് സോളാർ കാൽക്കുലേറ്റർ ഉണ്ട്. സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. സോളാർ എമർജൻസി ലാമ്പുകൾ ഉണ്ട്. അപ്പോൾ സൂര്യന്റെ താപോർജം ഉപയോഗപ്പെടുത്തുന്ന ചില ഉപകരണങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. സോളാർ കുക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദാ ഇങ്ങനെ ഒരു ബോക്സ്. ഓക്കെ, ഈ ബോക്സിന് ഒരു അടപ്പുണ്ടാവും. ഇവിടെ കോൺകേവ് മിറർ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? കുക്ക് ചെയ്യാൻ വെക്കേണ്ട പാത്രം ഉണ്ടാവും. അപ്പൊ സൂര്യപ്രകാശം പരന്നു വരുന്ന ആ ഒരു സൂര്യപ്രകാശം എന്താണ്? ഇങ്ങനെ വന്ന് പതിക്കുമ്പോ ഇവിടെ താപം ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പൊ ഇവിടെ എന്താണ്? ബ്ലാക്ക് കോട്ടിംഗ് അല്ലേ കൊടുത്തേക്കണേ? ആ താപത്തിന് പിന്നെ പുറത്തു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ പാത്രത്തിൽ വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെ കുക്കാവും. ഓക്കെ, അങ്ങനെയാണ് സോളാർ കുക്കർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത്, സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നോക്കൂ, ഇതാണ് സൗരോർജ പാനൽ. ഈ സെല്ലിൽ, ഇവിടെ ഈ സെല്ലിനകത്ത് എന്താണ്? സൂര്യപ്രകാശം വന്ന് പതിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ ഉണ്ടാവണേ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയാണ് ഈ കാൽക്കുലേറ്ററും എമർജൻസി ലാമ്പും അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററും ഒക്കെ പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഇലക്ട്രിക് വെഹിക്കിൾ. ഈ പിക്ചർ ഉണ്ടോ? പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കാറ് ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ് അല്ലേ? അല്ലേ? ഈ ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്,
പരിസര മലിനീകരണം കുറവാ. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സൗണ്ട് ഉണ്ടോ? ഇല്ല. ശബ്ദം കുറവാ. ഓക്കെ, ഇപ്പൊ ശബ്ദ മലിനീകരണം ഇല്ല, അതേപോലെ തന്നെ പരിസര മലിനീകരണം ഇല്ല. ചെലവ് കുറവാ. ചാർജ് ചെയ്താൽ പോരെ, ചെലവ് കുറവാണ്. പരിപാലന ചെലവിലെ കുറവ്, അത് കൊണ്ടു നടക്കാൻ അധികം ചെലവില്ല. ആ വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടു നടക്കാൻ അധികം ചെലവില്ല. സൗരോർജം ഉപയോഗിച്ചും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഗുണങ്ങള്? മലിനീകരണം കുറവാണ്, ചെലവ് കുറവാണ്, പരിപാലന ചെലവിലെ കുറവ്, അതേപോലെ തന്നെ ശബ്ദം ഇല്ല, ശബ്ദം കുറവാണ്, സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൊച്ചിൻ എയർപോർട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? കൊച്ചിൻ എയർപോർട്ട്, സിയാല് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? അത് കൊച്ചിയിലേതാണ്, കൊച്ചിയിലെ എയർപോർട്ടാണ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം എങ്ങനെ? സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് ഈ കൊച്ചിൻ എയർപോർട്ട്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. സൗരോർജ പാനലിന്റെ ഒരു പാടം തന്നെ അവിടെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ള ആ എയർപോർട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വൈദ്യുതിയും എങ്ങനെയാണ്? ഈ സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ പാനലില് സൗരോർജം സൂര്യൻ വന്ന് പതിക്കുമ്പോൾ അതെന്താണ്? ഇലക്ട്രിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും സെല്ലില്. അങ്ങനെയാണ് അതെന്ത് ഈ കൊച്ചിൻ എയർപോർട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വലിയ സൗരോർജ പാടം. ഇങ്ങനെ വലിയ പാടം തന്നെ കുറേ സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഓക്കെ, ബയോഗ്യാസ്. എന്താണ് ബയോഗ്യാസ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് എന്തുണ്ടാക്കാം? ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബയോഗ്യാസ്? ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളല്ലേ, ഇപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം അവിടെ നടക്കും. 2, ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. 3, വളം, നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം, വളത്തിന്റെ ലഭ്യത ഉണ്ടാകുന്നു. മലിനീകരണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കുന്ന ആ മലിനീകരണ വസ്തുക്കളിൽ നിന്നാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് എന്തുണ്ടാക്കാം? മലിനീകരണം കുറയ്ക്കാനായിട്ട് പറ്റില്ലേ? ഇല്ലേ? മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കണേ. സോ നമുക്ക് പരിസ്ഥിതി മലിനീകരണങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ ഉൽപാദനം, വളം ലഭ്യത, മലിനീകരണം കുറയ്ക്കാം. ക്ലിയർ അല്ലേ? അടുത്തത്, ഊർജ ഉൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, ജലവൈദ്യുതി. നമ്മൾ പറഞ്ഞു ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഡീസൽ, കൽക്കരി താപനിലയങ്ങള്, തിരമാലയിൽ നിന്നുള്ള ഊർജം പറഞ്ഞില്ലേ, ടൈഡൽ എനർജി, നമുക്ക് അതിൽ നിന്ന് എന്തുണ്ടാക്കാം? ഊർജ ഉൽപാദനം നടക്കുന്നു. ഭൗമതാപോർജത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാം. അണുശക്തി, അതിൽ നിന്നും എന്ത് ചെയ്യാം? ഊർജം ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ജലവൈദ്യുതി, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൗമതാപോർജം, അണുശക്തി. ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഊർജ ഉൽപാദനത്തിന്റെ വിവിധ വഴികളാണ് ഈ തന്നിരിക്കുന്നത്.
ഇതിൽ നിന്നെല്ലാം വ്യത്യസ്ത രീതിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ചൂടാറാപ്പെട്ടി നമുക്കറിയുന്നതല്ലേ എന്താ സാധനം എന്നുള്ളത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ നഷ്ടം തടയലാണ്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? അവിടെ ഊർജ നഷ്ടം തടയുക. സോ ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായിട്ട് വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോവാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. നമ്മള് റൈസ് കുക്കർ എന്ന് പറയില്ലേ അല്ലെ? റൈസ് കുക്കറിൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചാല് ഒരുവിധം ചൂടോടുകൂടി തന്നെ നമുക്ക് എടുക്കുമ്പോഴും കിട്ടും ഇല്ലേ? എന്തുകൊണ്ടാണ്? ഇതിൽ നിന്ന് പുറത്തേക്ക് താപം വിടില്ല. ആ ചൂടിനെ പുറത്തു പോവാതെ സംരക്ഷിക്കുന്നു. പകുതി വെന്ത അരി റൈസ് കുക്കറിൽ വെക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞെടുത്ത് നോക്കിയാൽ അത് പൂർണ്ണമായിട്ടും വെന്ത് കിട്ടും. എന്തുകൊണ്ടാണ്? താപത്തെ പുറത്തു പോവാതെ എല്ലാ താപത്തിനെയും ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ ചൂടാറാപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ്? ഊർജനഷ്ടം ഉണ്ടാക്കാത്ത ഒരു വസ്തുവാണ്. ഓക്കെ, മനസ്സിലായോ? ചൂടാറാപ്പെട്ടി എന്ന് പറഞ്ഞാൽ താപത്തിനെ പുറത്തേക്ക് വിടാതെ അതിന്റെ ഉള്ളിൽ തന്നെ താപം തടഞ്ഞു നിർത്തി എന്താ ഉണ്ടാവണേ? ഈ നമുക്ക് ചൂട് നഷ്ടപ്പെടാതെ ഭക്ഷണത്തെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഊർജം ലാഭിക്കുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഊർജനഷ്ടം തടയുന്ന ഉപകരണങ്ങൾ ഇതല്ലേ? ചൂടാറാപ്പെട്ടി കേട്ടോ. ഇതാണ് ചൂടാറാപ്പെട്ടി. 1 ചൂടാറാപ്പെട്ടി ഊർജനഷ്ടം തടയുന്ന ഉപകരണങ്ങൾ. 2 തെർമോസ് ഫ്ലാസ്ക്. 3 റൈസ് കുക്കർ. 4 കാസറോൾ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഊർജനഷ്ടം തടയുന്ന ഉപകരണങ്ങളാണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഫോസിൽ ഇന്ധനങ്ങൾ. നമ്മൾ പറഞ്ഞു എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നുള്ളത്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ്? 1, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ അടിഞ്ഞിട്ടുള്ള ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്തുണ്ടാവുന്നേ? ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവ തീർന്നു പോകുന്നു. പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതിയിൽ പെടുന്നത്. ഓക്കെ, എന്താണ്? പുനഃസ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ല. പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ കുറെ കഴിഞ്ഞാൽ അതെന്താണ്? ഒന്നും ഉണ്ടാവില്ല, എല്ലാം തീർന്നു പോവും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഹൈഡ്രജൻ ഇന്ധനം. എന്താണ് ഹൈഡ്രജൻ ഇന്ധനം? ഹൈഡ്രജൻ ഇന്ധനം കാര്യക്ഷമമായ ഊർജ സ്രോതസ്സാണ്. ഇന്ധന സെല്ലുകളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഉപോൽപ്പന്നമായി ജലം മാത്രമാണ് ഉണ്ടാവുന്നത്. ഇന്ധന സെല്ലിൽ ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? ഉപോൽപ്പന്നം ജലമാണ്. മലിനീകരണമില്ല. ഹൈഡ്രജൻ ഇന്ധനത്തിന് എന്താണ്? മലിനീകരണമില്ല. ഹൈഡ്രജൻ എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ്? കാര്യക്ഷമമായ ഊർജ സ്രോതസ്സാണ് ഹൈഡ്രജൻ ഇന്ധനം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ജൈവ ഡീസൽ. എന്താണ് ജൈവ ഡീസൽ? സസ്യങ്ങള്, ആൽഗകള്, കാർഷിക അവശിഷ്ടങ്ങള്, കൃഷി കഴിയുമ്പോൾ അതിനുള്ള അവശിഷ്ടങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ, കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങള്, സസ്യങ്ങള്, ആൽഗകള്, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പുനരുൽപാദിപ്പിക്കാവുന്നതുമായിട്ടുള്ള ഇന്ധനമാണ് ജൈവ ഡീസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
ബയോഡീസൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്തിൽ നിന്നൊക്കെയാണ്? സസ്യം, ആൽഗ, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? ബയോഡീസൽ അഥവാ ജൈവ ഡീസൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ്? ഊർജം എന്താണ് എന്നുള്ളത് പഠിച്ചു ഇല്ലേ? ഊർജത്തിന്റെ വിവിധ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായിട്ടുള്ള ഊർജങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, എന്തിൽ നിന്നൊക്കെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പാഠഭാഗം പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ 2-മതോ 3-മതോ 4-മതോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സമയനഷ്ടം ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാനും സാധിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു ചെറിയ ഭാഗം പോലും വിടരുത്. കൃത്യമായിട്ട് തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.